ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ചൊവ്വാഴ്ച. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ആശ്വാസവും ആശങ്കയും പങ്കുവച്ച് മുന്നണികൾ. സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കങ്ങളും പൂർത്തിയായതായി കളക്ടർ VR കൃഷ്ണതേജ. ചങ്ങാത്തം കൂടുന്നതിൽ പോലീസിന് നിർദ്ദേശവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആരോട് ചങ്ങാത്തം കൂടണം കൂടണ്ട എന്നതിൽ തികഞ്ഞ ജാഗ്രത പുലർത്തണമെന്നും പോലീസിന്റെ ജനകീയത കാത്തു സൂക്ഷിക്കണമെന്നും മുഖ്യമന്ത്രി. ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അന്തർ സംസ്ഥാന ലഹരിക്കടത്ത് സംഘത്തിലെ പ്രധാന കണ്ണികളായ 2 പേരെ തൃശൂർ സിറ്റി ലഹരിവിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. വിഗീസ് ഗ്യാങ് എന്നറിയപ്പെടുന്ന ലഹരിക്കടത്ത് സംഘമാണ് പിടിയിലായത്. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. ജില്ലാതല പ്രവേശനോത്സവം നടവരമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ PTA ഫണ്ടായി വൻതുക പിരിച്ചാൽ കർശന നടപടിയെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി. തൃപ്രയാറിൽ പിഞ്ചുകുഞ്ഞ് തോട്ടിൽ വീണ് മരിച്ചു. തൃപ്രയാർ സ്വദേശി ചക്കാലക്കൽ വീട്ടിൽ ജിഹാസിന്റെ മകൻ 1.5 വയസ്സുള്ള മുഹമ്മദ് റയാനാണ് മരിച്ചത്. വിങ്ങടെങ്കിൽ മാങ്ങ പറിക്കുന്നതിനിടയിൽ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. എൽത്തുരുത് സെന്റ് മേരീസ് ആശ്രമ ഇടവക പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ഇടവകാംഗങ്ങൾ തൃശൂർ അതിരൂപത കാര്യാലയം ഉപരോധിച്ചു. പുതിയ പള്ളി പണിയുന്നതടക്കമുള്ള വിഷയങ്ങളിൽ ഏകപക്ഷീയമായി തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതായി ഇടവകാംഗങ്ങൾ. പുലക്കാട്ടുകര റെഗുലേറ്ററിൽ മാലിന്യം നിറഞ്ഞതുമൂലം പരിസര പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിൽ. ചാടൂർ ജയന്തിപ്പടവിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോകുവാനുള്ള പറവച്ചാൽ പുനർനിർമ്മാണം അനിശ്ചിതത്വത്തിൽ. ഒളരിക്കര ശിവരാമപുരം കോളനിയിൽ ഗാന്ധിജി നട്ടുപിടിപ്പിച്ച ആൽമരം മഴയിൽ കടപുഴകി വീണു. നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ചൊവ്വാഴ്ച. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്നതോടെ ആശ്വാസവും ആശങ്കയും പങ്കുവയ്ക്കുകയാണ് മുന്നണികൾ. കേരളത്തിൽ UDF മുന്നേറ്റം പ്രവചിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളാണ് കൂടുതലും പുറത്തുവന്നത്. LDFന് പരമാവധി 5 സീറ്റുകൾ പ്രവചിക്കുമ്പോൾ NDA കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്നാണ് ഭൂരിപക്ഷം എക്സിറ്റ് പോൾ ഫലങ്ങളും പ്രവചിക്കുന്നത്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ വോട്ടെണ്ണൽ കേന്ദ്രമായ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ വോട്ടെണ്ണൽ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കങ്ങളും പൂർത്തിയായതായി കളക്ടർ VR കൃഷ്ണതേജ പറഞ്ഞു. കോളേജിന് അന്ന് അവധി നൽകി. രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യം പോസ്റ്റൽ ബാലറ്റുകളാണ് എണ്ണുക. ഇതിനായി വരണാധികാരി കൂടിയായ കളക്ടറുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ 30 ടേബിളുകൾ തയ്യാറാക്കി. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട 7 നിയമസഭാ മണ്ഡലങ്ങളുടെ EVM VVPAT മെഷീനുകളിലെ വോട്ടെണ്ണൽ ക്രമീകരണങ്ങളാണ് പൂർത്തിയായത്. വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് 3 നിരീക്ഷകരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ചിട്ടുണ്ട്. ഗുരുവായൂർ നാട്ടിക മണ്ഡലങ്ങൾ ആർക്കിടെക്ചർ ബ്ലോക്കിലും മണലൂർ ഇരിങ്ങാലക്കുട മണ്ഡലങ്ങൾ മില്ലേനിയം ഓഡിറ്റോറിയത്തിലും എണ്ണും. കൊല്ലൂർ, തൃശൂർ, പുതുക്കാട് മണ്ഡലങ്ങൾ യഥാക്രമം ഇലക്ട്രിക്കൽ, PG, മെക്കാനിക്കൽ ബ്ലോക്കുകളിലാണ് എണ്ണുക. വോട്ടെണ്ണൽ പ്രക്രിയ പൂർണ്ണമായും വീഡിയോയിൽ പകർത്തും. കേന്ദ്രസേനയ്ക്കാണ് സുരക്ഷാ ചുമതല. ചങ്ങാത്തം കൂടുന്നതിൽ പോലീസിന് നിർദ്ദേശവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആരോട് ചങ്ങാത്തം കൂടണം കൂടണ്ട എന്നതിൽ തികഞ്ഞ ജാഗ്രത പുലർത്തണമെന്നും പോലീസിന്റെ ജനകീയത കാത്തു സൂക്ഷിക്കണമെന്നും മുഖ്യമന്ത്രി. തൃശൂർ രാമവർമ്മപുരം പോലീസ് അക്കാദമിയിൽ നടന്ന പുരുഷ വനിതാ കോൺസ്റ്റബിൾമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് അഭിമാനകരമായ പ്രവർത്തനം നടത്തുന്ന സേനയാണ് കേരള പോലീസ്. പൊതുജനങ്ങളോട് അടുത്തിടപഴകുന്ന പോലീസ് തികച്ചും സുതാര്യമായ പ്രവർത്തനമാകണം നടത്തേണ്ടത്. പൊതുജനങ്ങളോട് ഏറ്റവും അടുത്ത് ഇടപഴകുന്ന സർക്കാർ സംവിധാനമാണ് പോലീസ്. ആ നിലയിൽ വളരെ സൂക്ഷ്മതയോടെ വിലയിരുത്തപ്പെടുന്ന ഒരു വിഭാഗമാണ് പോലീസ്. അതുകൊണ്ട് തന്നെ തികച്ചും സുതാര്യമായ പ്രവർത്തനമായിരിക്കണം നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. എന്താണ് ചെയ്യേണ്ടത് എന്നും എന്താണ് ചെയ്യേണ്ടാത്തത് എന്നും നല്ലതുപോലെ തിരിച്ചറിവുണ്ടാകും. ആരോടാണ് ചങ്ങാത്തം കൂടേണ്ടത് എന്നതും ആരോടാണ് ചങ്ങാത്തം കൂടേണ്ടാത്തത് എന്നതും എല്ലാ കാര്യങ്ങളിലും തികഞ്ഞ ജാഗ്രത നിങ്ങളെല്ലാവരും പാലിച്ചിരിക്കണം. സ്ത്രീ സുരക്ഷയുടെ ഭാഗമായി കൂടുതൽ വനിതകളെ സേനയുടെ ഭാഗമാക്കാൻ ബോധപൂർവമായ ശ്രമമാണ് സർക്കാർ നടത്തുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് പ്രത്യേക റിക്രൂട്ടിംഗ് നടത്തി വനിതാ ബറ്റാലിയൻ രൂപീകരിച്ചത്. 23 സബ് ഇൻസ്പെക്ടർമാരടക്കം 1308 വനിതകളാണ് കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് മാത്രം സേനയുടെ ഭാഗമായത്. ലിംഗസമത്വത്തിൻ്റെതായ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരള പോലീസിലേക്ക് കൂടുതലായി വനിതകളെ റിക്രൂട്ട് ചെയ്യുന്നതിനും അവർക്ക് സേനക്കുള്ളിൽ കൂടുതൽ അവസരങ്ങൾ ലഭ്യമാക്കുന്നതിനും സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്നറിയിക്കട്ടെ. പ്രത്യേക സ്ത്രീ ബറ്റാലിയൻ രൂപീകരിച്ചത് അതിൻ്റെ ഭാഗമായാണ്. 2021 അധികാരത്തിൽ വന്ന ഈ സർക്കാരിൻ്റെ കാലത്ത് നാളിതുവരെ 1113 വനിതകളെ കേരള പോലീസിൻ്റെ ഭാഗമാക്കിയിട്ടുണ്ട്.
കൂടാതെ 181 പേർക്ക് അഡ്വൈസ് മെമ്മോയും അയച്ചിട്ടുണ്ട്. പരിശീലന കാലയളവിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്കുള്ള സമ്മാനദാനവും അദ്ദേഹം നിർവഹിച്ചു. കേരള ആംഡ് വനിതാ പോലീസ് ബറ്റാലിയനിൽ നിന്ന് 290 വനിതകളും KAP 5ാം ബറ്റാലിയനിൽ നിന്നും 158 പുരുഷന്മാരും ഉൾപ്പെടെ 448 പേരാണ് പുതുതായി സേനയുടെ ഭാഗമായത്. MPhil MTech അടക്കം ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിരവധി പേരാണ് 15 പ്ലാറ്റൂണുകളിലായി പരേഡിൽ അണിനിരുന്നത്. ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സുരക്ഷാ അധിനിയം എന്നിവയിൽ പരിശീലനം സിദ്ധിച്ച ആദ്യത്തെ പോലീസ് കോൺസ്റ്റബിൾ ബാച്ചാണിത്. ചടങ്ങിൽ MLA P ബാലചന്ദ്രൻ, മേയർ MK വർഗീസ്, സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേസ് സാഹിബ്, ADGP MR അജിത് കുമാർ, പോലീസ് അക്കാദമി ഡയറക്ടർ P വിജയൻ, തൃശൂർ റേഞ്ച് DIG അജിത ബീഗം, കേരള ആംഡ് പോലീസ് 5ാം ബറ്റാലിയൻ കമാൻഡന്റ് ഇൻചാർജ് G ജയദേവ്, കേരള ആംഡ് വനിതാ പോലീസ് ബറ്റാലിയൻ കമാൻഡന്റ് നകുൽ രാജേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. TCV തൃശൂർ. ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അന്തർ സംസ്ഥാന ലഹരിക്കടത്ത് സംഘത്തിലെ പ്രധാന കണ്ണികളായ 2 പേരെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ലഹരിവിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. ബിക്കീസ് ഗ്യാങ് എന്നറിയപ്പെടുന്ന ലഹരിക്കടത്ത് സംഘത്തിലെ തലവൻ ബാംഗ്ലൂർ സ്വദേശി വിക്രം, ചുവല്ലൂർപ്പടി സ്വദേശി അമ്പലത്ത് വീട്ടിൽ റിയാസ് എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ മാസം 21-ാം തീയതി കാറിൽ കടത്തുകയായിരുന്ന 330 ഗ്രാം MDMAയുമായി 2 പേരെ പുഴയ്ക്കൽ പാടത്ത് വെച്ച് ലഹരിവിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഗോവയിലേക്കും തമിഴ്നാട്ടിലേക്കും ലഹരിമരുന്ന് കടത്തുന്ന സംഘമായ വിക്കീസ് ഗ്യാങ്ങിന്റെ തലവൻ വിക്രമും റിയാസും അറസ്റ്റിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 4ആയി. ലഹരിക്കടത്ത് സംഘത്തിലെ കേരളത്തിലെ അംഗമായ റിയാസിനെ ചെന്നൈയിലെ ഒളി സങ്കേതത്തിൽ നിന്നുമാണ് പിടികൂടിയത്. വിക്രമിനെ കർണാടകയിൽ നിന്നുമാണ് പിടികൂടിയത്. 3 ദിവസം 2500ഓളം കിലോമീറ്റർ സഞ്ചരിച്ചാണ് പോലീസ് സംഘം പിടികൂടിയത്. ASP ഹരീഷ് ജെയിൻ, ACP K സുദർശൻ, തൃശൂർ വെസ്റ്റ് SHO ഷിജു എബ്രഹാം, തൃശൂർ സിറ്റി ഡാൻസ് ഓഫ് ടീം അംഗങ്ങളായ ഫയാസ്, P രാഗേഷ്, ASI PV ജീവൻ, സിവിൽ പോലീസ് ഓഫീസർ KV വിപിൻ ദാസ്, ASI അപർണ ലവകുമാർ തുടങ്ങിയവർ പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. 2 മാസത്തെ അവധിക്കാലത്തിന് വിട നൽകി സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. പ്രവേശനോത്സവത്തോടെയാണ് പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിക്കുക. വിദ്യാലയങ്ങൾ ശുചീകരിച്ച് മോടി പിടിപ്പിച്ചും പ്രവേശനോത്സവം വർണ്ണാഭമാക്കുവാനുള്ള ഒരുക്കത്തിലാണ് അധ്യാപകരും PTA ഭാരവാഹികളും. കേന്ദ്ര സിലബസ് സ്കൂളുകളിലും നാളെ മുതൽ ക്ലാസുകൾ ആരംഭിക്കും. കാലവർഷം ആരംഭിച്ചുവെങ്കിലും നാളെ ശക്തമായ മഴയ്ക്ക് സാധ്യതയില്ലെന്നാണ് കാലാവസ്ഥാ പ്രവചനം. പുത്തൻ വസ്ത്രങ്ങളും ബാഗും കുടയുമൊക്കെയായി പഠനത്തിന്റെ ലോകത്തേക്ക് ആവേശത്തോടെയാണ് കുരുന്നുകൂട്ടം ചുവടുവെക്കുവാൻ ഒരുങ്ങുന്നത്. അതേസമയം PTA ഫണ്ടായി വൻ തുക പിരിച്ചാൽ നടപടിയെടുക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. ജില്ലാതല പ്രവേശനോത്സവം നടവരമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. മന്ത്രി R ബിന്ദു പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. തൃപ്രയാറിൽ പിഞ്ചുകുഞ്ഞ് തോട്ടിൽ വീണ് മരിച്ചു. തൃപ്രയാർ ബീച്ച് സീതിവളവിൽ ചക്കാലയ്ക്കൽ വീട്ടിൽ ജിഹാസിന്റെ മകൻ 1.5 വയസ്സുള്ള മുഹമ്മദ് റയാനാണ് മരിച്ചത്. വീടിന് മുന്നിലുള്ള തോട്ടിലാണ് കുട്ടി വീണത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വിങ്ങടകിൽ മാങ്ങ പറിക്കുന്നതിനിടെ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. ബംഗാൾ സ്വദേശി 32 വയസ്സുള്ള ഹമറുള്ള ഹാരിസാണ് മരിച്ചത്. വിങ്ങടങ്ങ് കണ്ണോത്ത് സ്വദേശിയുടെ പറമ്പിലെ മാവിൽ കയറി മാങ്ങ പറിക്കുന്നതിനിടയിൽ സമീപത്തെ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേൽക്കുകയായിരുന്നു. പാവറട്ടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കല്ലൂർ പാടമഴയിൽ കാറിടിച്ച് സൈക്കിൾ യാത്രികൻ മരിച്ചു. കല്ലൂർ മാവിൻചൂട് വാടകയ്ക്ക് താമസിക്കുന്ന താഴത്ത് വീട്ടിൽ 66 വയസ്സുള്ള ദേവദാസാണ് മരിച്ചത്. ഞായറാഴ്ച വൈകിട്ട് 7:30യോടെയായിരുന്നു അപകടം. ലോട്ടറി വിൽപ്പനക്കാരനായ ദേവദാസ് ആമ്പല്ലൂരിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നതിനിടെ എതിരെ വന്ന കാർ ഇടിക്കുകയായിരുന്നു. ഉടൻ തന്നെ പഞ്ചായത്ത് അംഗം സലീഷ് ചെമ്പാറയുടെ നേതൃത്വത്തിൽ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എൽത്തുരുത്ത് സെന്റ് മേരീസ് ആശ്രമ ഇടവക പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ഇടവക ജനങ്ങൾ തൃശൂർ അതിരൂപത കാര്യാലയം ഉപരോധിച്ചു. ഇടവകയിലെ ഭൂരിപക്ഷം വരുന്ന വിശ്വാസികളുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കാതെ പുതിയ പള്ളി പണിയുന്നതടക്കമുള്ള വിഷയങ്ങളിൽ ഏകപക്ഷീയമായി തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന അതിരൂപത അധികൃതരുടെ നിലപാടിൽ പ്രതിഷേധിച്ചായിരുന്നു ഇടവകാംഗങ്ങൾ അതിരൂപത കാര്യാലയം ഉപരോധിച്ചത്. കിഴക്കേക്കോട്ടയിൽ നിന്നും പ്രതിഷേധ പ്രകടനമായി എത്തിയാണ് ബിഷപ്പ് ഹൌസിന്റെ കവാടം ഉപരോധിച്ചത്. 1976 സ്ഥാപിതമായ എൽത്തുരുത്ത് ആശ്രമ ഇടവകയെ തലൂർ മാതൃകയിൽ തകർക്കുവാനുള്ള ശ്രമമാണെന്നും ഇടവക ജനത്തിന്റെ സമ്മതമില്ലാതെ പുതിയ പള്ളി പണിയുവാനായി വാങ്ങിയ സ്ഥലത്തിന്റെ കടബാധ്യത ഇടവകയ്ക്ക് വലിയ ബാധ്യതയായി നിൽക്കുകയാണെന്നും ഇടവകാംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. മാമോദീസ, ആദ്യ കുർബാന സ്വീകരണം, വിവാഹം തുടങ്ങിയ കൂദാശകൾ ആശ്രമ ഇടവക ദേവാലയത്തിൽ നടത്തുവാൻ അനുവദിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു.
1976 കാനോൺ നിയമപ്രകാരം ഉണ്ടാക്കിയ എഗ്രിമെൻറ്റിൽ 47 വർഷമായിട്ട് പ്രവർത്തിച്ചു വരുന്ന എൽത്തുരുത്ത് ഇടവകയ്ക്ക് ഇന്ന് രൂപതയുടെ അധിനിവേശം കൊണ്ട് CMI സഭയുടെ വൈദികർ എഗ്രിമെൻ്റ് പ്രകാരം വികാരിയായിരിക്കുകയും സമാധാനപരമായി നടന്നിരുന്ന ഒരു ഇടവകയെ തലൂരുണ്ടായതുപോലെയുള്ള വിഷയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് എൽത്തുരുത്ത് ഇടവകയിൽ ഇപ്പോൾ ഒരു പള്ളി ഇല്ലാതായി ഇന്ന് കാറ്റഗിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസ പരിശീലനം തുടങ്ങേണ്ട ദിവസമായിട്ട് വിശ്വാസ പരിശീലനം തുടങ്ങാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ രൂപതാ കാര്യാലയത്തിന് കഴിഞ്ഞിട്ടില്ല. രൂപതാ കാര്യാലയത്തിൽ നിയമിച്ച പ്രത്യേക ഇക്കാരന്മാരും വികാരിയച്ഛനും അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് വികാരിയും ചേർന്ന് പണം പിരിക്കുക എന്നല്ലാതെ ഒരു സർവീസ് പോലും അവർക്ക് നൽകാനായിട്ട് കഴിയുന്നില്ല എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. അധികൃതരുടെ അനാസ്ഥ മൂലം ഷട്ടറുകൾ കൃത്യമായി തുറക്കാത്തതിനാൽ മണലിപ്പുഴയിലെ പുലക്കാട്ടുകര റെഗുലേറ്ററിൽ മാലിന്യം നിറഞ്ഞു. പരിസര പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിൽ. മഴ ശക്തമായതോടെ ഷട്ടറിൽ വലിയ തോതിൽ ചണ്ടിയും മാലിന്യങ്ങളും അടിഞ്ഞ് ഒഴുക്ക് തടസ്സപ്പെട്ടതോടെ ഷട്ടറുകൾ പൂർണ്ണമായും തുറക്കാനാകാത്ത സ്ഥിതിയിലായി. കൈനൂർ ചിറ തുറന്നുവിട്ടതോടെയാണ് പുലക്കാട്ടുകര ഷട്ടറിൽ വെള്ളത്തിനൊപ്പം ചണ്ടിയും മരച്ചിലകളും നിറഞ്ഞത്. കൈനൂർ ചിറ തുറക്കുന്നതിന് മുൻപ് ചണ്ടികൾ നീക്കം ചെയ്യാത്തത് വലിയ വീഴ്ചയാണെന്ന് ആരോപണം ഉയർന്നിട്ടുണ്ട്. കൈനൂർ ചിറ തുറന്ന സമയത്ത് താഴെയുള്ള പുലക്കാട്ടുകരയിലെ ഷട്ടറുകൾ പൂർണ്ണമായും തുറന്നിരുന്നുവെങ്കിലും ആഘാതം കുറയുമായിരുന്നു. ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ടായിട്ടും പൂർണ്ണമായും ഷട്ടർ തുറക്കാത്തത് ജലസേചന വകുപ്പിന്റെ വീഴ്ചയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ഒരു ഷട്ടർ ഒഴികെ മറ്റ് ഷട്ടറുകളെല്ലാം പൂർണ്ണമായും തുറന്നതോടെയാണ് ആശങ്ക ഭാഗികമായി പരിഹരിച്ചത്. കയ്പമംഗലം മനക്കേപ്പാടം നെഹ്റു റോഡ് പരിസരത്തെ കുടുംബങ്ങൾ വെള്ളക്കെട്ട് മൂലം ദുരിതത്തിൽ. ദിവസങ്ങൾക്ക് മുൻപ് പെയ്ത മഴയിലാണ് ഈ പ്രദേശത്ത് കനത്ത വെള്ളക്കെട്ടുണ്ടായത്. 10ഓളം വീടുകളിലാണ് വെള്ളം കയറിയത്. നിരവധി വീടുകൾ വെള്ളക്കെട്ടിലായി. വെള്ളം കയറിയ വീട്ടുകാർ ബന്ധുവീടുകളിലേക്ക് താമസം മാറ്റുകയും ചെയ്തു. മഴ തുടർന്നതോടെ ഈ ഭാഗത്തുള്ളവർ കൂടുതൽ ദുരിതത്തിലായി. പ്രദേശത്തെ സേവന അംഗൻവാടിയിലും വെള്ളം കയറി. ആദ്യകാലങ്ങളിൽ മഴക്കാലത്ത് വെള്ളക്കെട്ട് ഉണ്ടാകാറുണ്ടെങ്കിലും ഇത്തവണ വെള്ളക്കെട്ട് രൂക്ഷമായെന്ന് നാട്ടുകാർ പറയുന്നു. ദേശീയപാത വികസനത്തോടനുബന്ധിച്ച് 3 പീടിക ബൈപ്പാസ് പണിയുന്നതിന്റെ സമീപത്താണ് ഇത്രയും വെള്ളക്കെട്ടുള്ളത്. റോഡ് പണിയുന്നതിന്റെ ഭാഗമായി വെള്ളം ഒഴുകിപ്പോകുന്ന തോടുകൾ നികത്തിയതാണ് വെള്ളക്കെട്ടിന് കാരണമായതെന്ന് നാട്ടുകാർ പറഞ്ഞു. 21 വർഷത്തിലും അംഗൻവാടി കോമ്പൗണ്ടിനുള്ളിൽ ചെറിയ തോതിൽ നമ്മൾ ചവിട്ടിയെ തെറിക്കുന്ന രീതിയിലുള്ള വെള്ളം വരാതല്ലാതെ നമ്മുടെ അംഗൻവാടിയുടെ ഉള്ളിലോ അല്ലെങ്കിൽ ഇതേപോലെ പുറത്ത് വെള്ളം വന്നിട്ടില്ല ഇതുവരെ. ഇപ്പോൾ ഈ നാഷണൽ ഹൈവേയുടെ പണി തുടങ്ങിയപ്പോഴാണ് ഇപ്രാവശ്യം ഇത്രയധികം വെള്ളം കയറിയത്. നാഷണൽ ഹൈവേ വന്നപ്പോൾ ഞങ്ങളുടെ വെള്ളം ഒഴുകി പോകുന്ന എല്ലാ ചാലുകളും അടഞ്ഞുപോയി. ഹൈവേ നിർമ്മാണ കമ്പനിയിലെ തൊഴിലാളികളെത്തി വെള്ളം ഒഴുകിപ്പോകാനായി ചാല് കീറി നൽകിയെങ്കിലും ഇതുവരെ വെള്ളക്കെട്ട് ഒഴിവായിട്ടില്ല. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV കയ്പമംഗലം. ചാഴൂർ പഞ്ചായത്തിലെ ജയന്തിപ്പടവിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോകുവാനുള്ള പർവച്ചാൽ പുനർനിർമ്മാണം അനിശ്ചിതത്വത്തിൽ. ആലപ്പാട് പുറത്തൂർ തീരപ്രദേശങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ. മഴ ശക്തമായാൽ കരുവന്നൂർ പുഴയിൽ നിന്ന് പുത്തൻതോട് വഴിയെത്തുന്ന വെള്ളവും ജയന്തിപ്പടവിന് ചുറ്റുമുള്ള ചാഴൂർ, പഴുവിൽ, ആലപ്പാട്, പുറത്തൂർ കരപ്രദേശങ്ങളിൽ നിന്നെത്തുന്ന വെള്ളവും ജയന്തിപ്പടവിൽ നിന്ന് ഒഴുകിപ്പോകാനുള്ള പ്രധാന മാർഗമാണ് പറവച്ചാൽ. ആലപ്പാട് ഇരട്ടപ്പാലത്തിനു കുറുകെ അന്തിക്കാട് പാടശേഖരത്തിന്റെ ഭാഗമായ കോവിലകം പടവ് വരെയുള്ള പറവച്ചാലിന്റെ കോവിലകം പടവിലേക്ക് എത്തുന്ന ഭാഗം പുനർനിർമ്മിച്ചെങ്കിലും ജയന്തിപ്പടവിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോകാനുള്ള ഇരട്ടപ്പാലത്തിനടിയിലൂടെയുള്ള ഭാഗം പുനർനിർമ്മിക്കാത്തതാണ് വെള്ളക്കെട്ട് ഭീഷണി ഉയർത്തുന്നത്. കല്ലും മണ്ണും പുല്ലും നിറഞ്ഞിരിക്കുന്നതിനാലും കയ്യേറ്റത്താലും പറവച്ചാൽ പ്രയോജനരഹിതമായിരിക്കുകയാണ്. ജയന്തിപ്പടവിലേക്ക് വലിയ തോതിലെത്തുന്ന വെള്ളം പറവച്ചാൽ വഴി ഇരട്ടപ്പാലത്തിലൂടെ വടക്കോട്ടൊഴുകി അന്തിക്കാട് പടവിലേക്കാണ് എത്തേണ്ടത്. എന്നാൽ വർഷങ്ങളായി തുടരുന്ന ഇരട്ടപ്പാലത്തിൻ്റെ ദയനീയാവസ്ഥ മൂലം പ്രദേശത്ത് വലിയ വെള്ളക്കെട്ട് പതിവാകുകയാണ്. ഏറെ കൊട്ടിഘോഷിച്ച് പറവച്ചാലിൻ്റെ നവീകരണത്തിൻ്റെ നിർമ്മാണോദ്ഘാടനം നടത്തിയെങ്കിലും നാളിതുവരെ ലക്ഷ്യം നേടാനായിട്ടില്ല. സ്വകാര്യ വ്യക്തികളുടെ കയ്യേറ്റം മൂലം ചില ഭാഗത്ത് പറവച്ചാൽ തന്നെ ഇല്ലാതായി. ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ വ്യവഹാരത്തിൽ രേഖകൾ യഥാസമയം സമർപ്പിച്ച് കേസ് കാര്യക്ഷമമായി നടത്തുന്നതിൽ ചാഴൂർ പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായതായാണ് ആരോപണം. മഴയ്ക്ക് മുൻപായി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരട്ടപ്പാലത്തിനടിയിലെയും പരിസരത്തെയും കല്ലും മണ്ണും പുല്ലും നീക്കി ആഴം കൂട്ടിയിരുന്നെങ്കിൽ കുറച്ചെങ്കിലും ആശ്വാസമാകുമായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. TCV ന്യൂസ്, തൃശൂർ. ഒളരിക്കര ശിവരാമപുരം കോളനിയിൽ 1932 ഗാന്ധിജി നട്ടുപിടിപ്പിച്ച ആൽമരം മഴയിൽ കടപുഴകി വീണു. ആലിന് ചുറ്റും നിർമ്മിച്ച ക്ഷേത്രത്തിന്റെ ഒരു ഭാഗം തകർന്നു. 1.5 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ സത്യൻ മാരാത്ത്, ജിനീഷ് ഈച്ചരത്ത് എന്നിവർ പറഞ്ഞു. പട്ടികജാതി വിഭാഗത്തിന്റെ ഉന്നതിക്ക് വേണ്ടി ഗാന്ധിജി നടത്തിയ പട്ടികജാതി ഉദ്ധാരണ യാത്രയുടെ സ്മരണയായാണ് ആൽമരത്തൈ നട്ടിരുന്നത്.
ചവക്കട് മണത്തല പഴയ പാലത്തിന് സമീപം വീടിന് മുകളിലേക്ക് പഴയ കെട്ടിടം വീണു. കരിയാട്ട് അസീസിന്റെ വീടിന് മുകളിലാണ് പഴയ യൂണിയൻ ഓഫീസ് കെട്ടിടം തകർന്നു വീണത്. ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തിറങ്ങിയപ്പോഴാണ് വീടിന് മുകളിലേക്ക് കെട്ടിടം തകർന്നു വീണതായി കണ്ടത്. മാള കൊടവത്തുകുന്നിൽ മണ്ണിടിഞ്ഞു. വീടിനോട് ചേർന്നുള്ള മണ്ണെടുത്ത സ്ഥലത്തേക്കാണ് മണ്ണിടിഞ്ഞത്. കാര്യടുത്ത് ഷാനവാസിന്റെ സ്ഥലത്തിനോട് ചേർന്നാണ് മണ്ണിടിച്ചിലുണ്ടായത്. വീട്ടിൽ നിന്ന് 2 മീറ്റർ ദൂരത്തിലാണ് ഇടിഞ്ഞത്. 15 അടിയോളം ആഴത്തിലാണ് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ മണ്ണെടുത്തിരുന്നത്. മേഖലയിൽ മണ്ണിടിച്ചിൽ പതിവാണ്. ശക്തമായ മഴയിൽ കാഞ്ഞിരക്കോട് കൊടുമ്പ് ചാത്തഞ്ചിറ കോളനിയിൽ കുന്നിടിഞ്ഞു വീണു. വട്ടപ്പറമ്പിൽ ബാബുവിന്റെ വീടിന്റെ സമീപത്തെ കുന്നാണ് ഇടിഞ്ഞത്. വലിയ പാറകളും മണ്ണും വീടിന് സമീപത്തുള്ള ശുചിമുറിയുടെ മുകളിലേക്ക് വീണ് സ്ലാബിനും ഭിത്തിക്കും വിള്ളൽ സംഭവിച്ചു. ബാബുവിന്റെ ഭാര്യ അനിത, മകൾ ആര്യ എന്നിവർ വലിയ ശബ്ദം കേട്ട് വീടിന് പുറത്തേക്ക് ഇറങ്ങി ഓടിയതിനാൽ അപകടമൊഴിവായി. തൃശൂർ പാലക്കാട് ദേശീയപാതയിൽ പന്നിയങ്കര ടോൾ പ്ലാസയിൽ ഇന്ന് അർദ്ധരാത്രി മുതൽ ടോൾ നിരക്ക് കൂടും. ഏപ്രിൽ 1 മുതൽ ടോൾ നിരക്ക് വർദ്ധിപ്പിച്ചിരുന്നുവെങ്കിലും തെരഞ്ഞെടുപ്പ് കാലത്ത് വർധന വേണ്ടെന്ന് ദേശീയപാത അതോറിറ്റി ഉത്തരവിടുകയായിരുന്നു. തുടർന്ന് നീട്ടിവെച്ച വർധനയാണ് ഇന്ന് അർദ്ധരാത്രി മുതൽ നടപ്പാക്കുന്നത്. 2022 മാർച്ച് 9 മുതലാണ് പന്നിയങ്കരയിൽ ടോൾ പിരിവ് ആരംഭിച്ചത്. ഇത്തവണ സ്കൂൾ വാഹനങ്ങളിൽ നിന്നും ടോൾ ഈടാക്കാൻ നീക്കമുണ്ട്. അയ്യന്തോളിൽ 2 വീലർ ഷോപ്പിന് തീപിടിച്ചു. ക്ലാസിക് മോട്ടോഴ്സിലാണ് തീപിടുത്തമുണ്ടായത്. തീപിടുത്തത്തിൽ ഒരു ബൈക്ക് പൂർണ്ണമായും ഒരു ബൈക്ക് ഭാഗികമായും കത്തിനശിച്ചു. ഇടിമിന്നലിൽ തീപിടിച്ചതാണെന്നാണ് പ്രാഥമിക നിഗമനം. ജാവ SD വാഹനങ്ങളുടെ ഷോറൂമും സർവീസ് സെന്ററും കൂടിയാണിത്. ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ ആനകളിറങ്ങി കാർഷിക വിളകൾ നശിപ്പിച്ചു. വെറ്റിലപ്പാറ 13-ൽ എളംകുളം ജോഷി, മൂത്തേടൻ ഷൈജു എന്നിവരുടെ വീട്ടുപറമ്പുകളിലാണ് വ്യാപകമായി കൃഷികൾ തകർത്തത്. വാഴ, തെങ്ങ്, കവുങ്ങ്, റംബൂട്ടാൻ എന്നിവയാണ് ആനക്കൂട്ടം നശിപ്പിച്ചത്. വിവരമറിഞ്ഞ് വനം വകുപ്പ് വാച്ചർമാർ സ്ഥലത്തെത്തി ആനകളെ വനത്തിലേക്ക് തിരിച്ചയച്ചു. ഏറെ നേരം പരിശ്രമിച്ചായിരുന്നു ഇവയെ തുരത്തിയത്. മഴക്കാലമായിട്ടും ആനകൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് നാട്ടുകാരെ ഭീതിയിലാക്കി. കഴിഞ്ഞ ദിവസം അതിരപ്പള്ളി ആനക്കയത്ത് കാറും സ്കൂട്ടറും കാട്ടാന ആക്രമിച്ചിരുന്നു. പാലപ്പള്ളി മേഖലയിൽ പുലി ഇറങ്ങുന്നത് പതിവായിട്ടും നടപടിയെടുക്കാത്ത വനം വകുപ്പ് അധികൃതരുടെ നിലപാടിൽ പ്രതിഷേധിച്ച് പാലപ്പള്ളിയിൽ നാട്ടുകാർ അടിക്കാട് വെട്ടി സമരം ചെയ്തു. പാലപ്പള്ളി വരന്തരപ്പള്ളി ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ കന്നാറ്റുപാടം സ്കൂളിന് സമീപത്താണ് അടിക്കാട് വെട്ടി സമരം ചെയ്തത്. തോട്ടങ്ങളിലെ അടിക്കാടുകൾ വെട്ടിമാറ്റാത്തതിനാൽ വന്യമൃഗങ്ങൾക്ക് സുരക്ഷിത താവളമാകുന്നുവെന്ന് ആക്ഷൻ കൌൺസിൽ ചൂണ്ടിക്കാട്ടി. സ്കൂളിന് സമീപം പുലിയിറങ്ങിയിട്ടും വനം വകുപ്പ് നിസ്സംഗത പാലിക്കുകയാണ്. അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുൻപ് കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വനം വകുപ്പ് കാട് വെട്ടി തെളിക്കാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചതെന്ന് ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ അറിയിച്ചു. ചെയർമാൻ VP ഉസ്മാൻ, കൺവീനർ KM ഹൈദർ, PS സുധീഷ്, അരുൺകുമാർ, സിദ്ദിഖ് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ദേശീയപാതയിൽ അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും അവശ്യ സംവിധാനങ്ങളില്ലാതെ പുതുക്കാട് താലൂക്ക് ആശുപത്രി. അപകടങ്ങളോ അത്യാഹിതങ്ങളോ ഉണ്ടായാൽ ജില്ലാ ആശുപത്രിയിലേക്കോ മെഡിക്കൽ കോളേജിലേക്കോ റഫർ ചെയ്യുന്ന പഴയ രീതിയാണ് ഇപ്പോഴും പുതുക്കാട് താലൂക്ക് ആശുപത്രി പിന്തുടരുന്നത്. ദേശീയപാതയിൽ അപകടങ്ങളുണ്ടായാൽ ഏറ്റവും അടുത്ത് വൈദ്യസഹായത്തിന് സമീപിക്കാവുന്നത് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലേക്കാണ്. എന്നാൽ ഇവിടെ അത്യാഹിത വിഭാഗമോ ട്രോമ കെയർ സംവിധാനമോ കാര്യക്ഷമമായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. അപകടത്തിൽപ്പെട്ടവരെ തൃശൂരിലെത്തിക്കാനുള്ള കാലതാമസം പലപ്പോഴും അത്യാഹിതങ്ങൾക്കാണ് വഴിവെക്കാറുള്ളത്. ദേശീയപാത 4 വരിയായതോടെ അപകടങ്ങൾ വർദ്ധിച്ചു. പുതുക്കാട് സിഗ്നലിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ 40 പേരാണ് അപകടങ്ങളിൽ മരിച്ചത്. അംഗവൈകല്യം സംഭവിച്ചവർ നിരവധിയാണ്. ഇതിനു പുറമെ സാധാരണക്കാരെ ഏറ്റവും അധികം ബാധിക്കുന്ന OP വിഭാഗത്തിൽ പ്രത്യേക ടോക്കൺ സംവിധാനം ഏർപ്പെടുത്തണമെന്നത് നാളുകളായുള്ള ആവശ്യമാണ്. OPയിൽ രോഗികളെ പരിശോധിക്കുന്ന ഇടത്തും തിരക്ക് നിയന്ത്രിക്കാൻ സംവിധാനമില്ല. ഒരു രോഗിയെ പരിശോധിക്കുമ്പോൾ തന്നെ പുറകിലും വാതിൽ കടന്നും രോഗികൾ നിൽക്കുന്നത് പതിവ് കാഴ്ചയാണ്. തോട്ടം മേഖലയിലെ സാധാരണക്കാരായ നിരവധി പേർക്ക് ആശ്രയമായ താലൂക്ക് ആശുപത്രിയിൽ പ്രായമായവരും ഭിന്നശേഷിക്കാരും തിക്കിത്തിരക്കി OP ടിക്കറ്റ് എടുക്കുന്നത് പതിവാണ്. പ്രസവ വിഭാഗം ഇനിയും പ്രവർത്തന സജ്ജമാകാത്തത് മറ്റൊരു പോരായ്മയാണ്. 6 മാസത്തിനുള്ളിൽ പ്രസവ വിഭാഗം കാര്യക്ഷമമായി പ്രവർത്തനം ആരംഭിക്കുമെന്ന് ആശുപത്രി സന്ദർശിച്ചപ്പോൾ മന്ത്രി വീണ ജോർജ് ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ 1 വർഷത്തോളമായിട്ടും ഉറപ്പ് പാലിക്കപ്പെട്ടിട്ടില്ല. ആശുപത്രിയിലെ ലേബർ റൂമിലേക്കുള്ള ഓപ്പറേഷൻ ടേബിൾ, അനസ്തേഷ്യയ്ക്ക് ആവശ്യമായ വർക്ക് സ്റ്റേഷൻ എന്നിവയില്ലാത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണമെന്ന് പുതുക്കാട് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സൈമൺ പറഞ്ഞു. NHM വഴി ഓപ്പറേഷൻ ടേബിളിന് അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും ലഭ്യമായാൽ ഉടൻ പ്രസവ ചികിത്സാ വിഭാഗം പുനരാരംഭിക്കുമെന്നും സൂപ്രണ്ട് അറിയിച്ചു. ഡയാലിസിസ് സൗകര്യവും മികച്ച ദന്തരോഗ ചികിത്സാ വിഭാഗവും സ്പെഷ്യലൈസേഷനുള്ള 12 ഡോക്ടർമാരും 24 മണിക്കൂർ ഡോക്ടറുടെ സേവനവും പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ ലഭ്യമാണെങ്കിലും
അവശ്യ സേവനങ്ങൾക്കായി കാത്തിരിക്കേണ്ട ഗതികേടിലാണ് നാട്ടുകാർ. TCV പുതുക്കാട്. ഇരിങ്ങാലക്കുട എടക്കുളത്ത് വയോധികന് വെട്ടേറ്റ സംഭവത്തിൽ പേരമകൻ അറസ്റ്റിൽ. എടക്കുളം കോമ്പാത്ത് വീട്ടിൽ കേശവനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലാണ് പേരമകൻ ശ്രീകുമാർ അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. വീട്ടിലെ വളർത്തുപൂച്ചയെ കാണാതായതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിന് കാരണം. തലയ്ക്കും കൈക്കും കാലിലും പരിക്കേറ്റ കേശവൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മരത്തിൽ നിന്ന് വീണ് പരിക്കേറ്റെന്ന് പറഞ്ഞാണ് കേശവനെ ആദ്യം ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി കൊണ്ടുവന്നത്. സംശയം തോന്നിയ ഡോക്ടർമാർ ഇരിങ്ങാലക്കുട സ്റ്റേഷനിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനെ അറിയിക്കുകയായിരുന്നു. സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ ശ്രീകുമാറിനെ തടഞ്ഞുവെക്കുകയും പിന്നീട് സ്ഥലത്തെത്തിയ കാട്ടൂർ പോലീസിന് കൈമാറുകയുമായിരുന്നു. പെരിഞ്ഞനം മേഖലയിലെ ഹോട്ടലുകളിൽ ആരോഗ്യവകുപ്പ് മിന്നൽ പരിശോധന നടത്തി. അനധികൃതമായി പ്രവർത്തിച്ച തട്ടുകട പൂട്ടിച്ചു. ഭക്ഷ്യവിഷബാധ ഉണ്ടായ സാഹചര്യത്തിലാണ് പഞ്ചായത്തും പോലീസും ആരോഗ്യവകുപ്പും ചേർന്ന് പരിശോധന നടത്തിയത്. പഞ്ചായത്ത് ഓഫീസിന് സമീപം പ്രവർത്തിച്ചിരുന്ന വഴിയോര തട്ടുകടയാണ് പൂട്ടിച്ചത്. പഞ്ചായത്ത് ലൈസൻസ് ഇല്ലാതെയും വൃത്തിഹീനമായ സാഹചര്യത്തിലുമാണ് തട്ടുകട പ്രവർത്തിച്ചിരുന്നതെന്നും അധികൃതർ പറഞ്ഞു. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ M. ഷാജഹാൻ, SI പ്രദീപ്, ഹെൽത്ത് ഇൻസ്പെക്ടർ അഖില, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. പഴഞ്ഞി പെങ്ങാമുക്കിൽ വീട്ടിൽ അഗ്നിബാധ. പെങ്ങാമുക്ക് അയ്യർ റോഡിൽ അയിനിപ്പുള്ളി വീട്ടിൽ കുട്ടിമോന്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം രാത്രി തീപിടുത്തമുണ്ടായത്. വീടിന് മുകളിലത്തെ നിലയിൽ കൂട്ടിയിട്ടിരുന്ന വൈക്കോലിലാണ് തീപിടിച്ചത്. തീ ആളിപ്പടരുന്നത് കണ്ട് നാട്ടുകാരും വീട്ടുകാരും ചേർന്ന് തീ അണയ്ക്കുവാൻ ശ്രമം നടത്തിയെങ്കിലും വിഫലമായതിനെ തുടർന്ന് കുന്നംകുളത്ത് നിന്ന് അഗ്നിശമന സേനയെത്തിയാണ് തീ അണച്ചത്. പോലീസ് ഉദ്യോഗസ്ഥൻ എഴുതിയ കഥാസമാഹാരത്തിന് കവർ പേജും കഥാചിത്രങ്ങളും വരച്ച് 14-കാരി. കാഞ്ഞാണി ഭവൻസ് വിദ്യാലയത്തിലെ വിദ്യാർത്ഥിനിയും നർത്തകിയുമായ കീർത്തന ബാലകൃഷ്ണനാണ് കഥാസമാഹാരത്തിന് ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധേയയാകുന്നത്. കോഴിക്കോട് ക്രൈംബ്രാഞ്ച് DYSP സുരേന്ദ്രൻ മങ്ങാട്ട് എഴുതിയ കാട്ടുപന്നി എന്ന കഥാസമാഹാരത്തിലാണ് കീർത്തനയുടെ ചിത്രങ്ങൾ ശ്രദ്ധേയമാകുന്നത്. ചെറുപ്പം മുതൽ ചിത്രകലയിൽ തൽപരയായിരുന്നു കീർത്തന. പെൻസിലുകൾ ഉപയോഗിച്ചും വാട്ടർ കളറിലും ധാരാളം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. ഇതറിഞ്ഞാണ് കോഴിക്കോട് ക്രൈംബ്രാഞ്ച് DYSP സുരേന്ദ്രൻ മങ്ങാട്ട് തൻ്റെ ഏറ്റവും പുതിയ കഥാസമാഹാരത്തിന് കവർ ചിത്രം വരയ്ക്കാൻ കീർത്തനയെ സമീപിച്ചത്. കഥാപശ്ചാത്തലവും കഥാപാത്രങ്ങളുടെ പ്രത്യേകതകളും മനസ്സിലാക്കിയ കീർത്തന 1 മാസത്തോളം സമയമെടുത്ത് കുറ്റാന്വേഷണ വിഭാഗത്തിൽപ്പെടുന്ന 7 കഥകളുടെ സമാഹാരത്തിന് കവർ ചിത്രം വരച്ചു. കവർ ചിത്രം കണ്ട പുസ്തകത്തിൻ്റെ പ്രസാധകരുടെ നിർദ്ദേശപ്രകാരം ഓരോ കഥയ്ക്കുമുള്ള ചിത്രങ്ങളും കീർത്തന തന്നെ വരയ്ക്കുകയായിരുന്നു. കാട്ടുപന്നി എന്ന കഥയ്ക്ക് ചിത്രം വരച്ചിരിക്കുന്നത് കീർത്തന ബാലകൃഷ്ണനാണ്. ഈ കഥ പറഞ്ഞു കൊടുത്ത് അവളെ കൊണ്ട് വരപ്പിക്കുകയാണ് ചെയ്തത്. വളരെ ഭംഗിയായി വരച്ച ഈ ചിത്രം പബ്ലിഷേഴ്സിനെ ഇഷ്ടപ്പെടുകയും ഈ കഥാസമാഹാരത്തിലെ 7 കഥകൾക്കും അവൾ ചിത്രങ്ങൾ വരയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വളരെയധികം മനോഹരമായ ചിത്രങ്ങൾ കൊണ്ട് ഈ പുസ്തകം അലങ്കരിക്കാൻ കഴിഞ്ഞെന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. എറവ് മങ്ങാട്ട് ഇല്ലത്ത് വളപ്പിൽ ബാലകൃഷ്ണൻ സുജ ദമ്പതികളുടെ ഇളയ മകളാണ് കീർത്തന. 7 വർഷമായി ഭരതനാട്യവും കുച്ചിപ്പുടിയും മോഹിനിയാട്ടവും പരിശീലിക്കുന്ന നല്ലൊരു നർത്തകി കൂടിയായ കീർത്തനയ്ക്ക് ഒട്ടേറെ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. TCV ന്യൂസ്, തൃശൂർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും വേണ്ടി കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ വഴിപാട്. ഗോവ ആരോഗ്യവകുപ്പ് മന്ത്രി വിശ്വജിത് റാണയാണ് കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ വഴിപാട് നടത്തിയത്. ക്ഷേത്ര ദർശനത്തിനെത്തിയ മന്ത്രിയെ ദേവസ്വം അധികൃതർ സ്വീകരിച്ചു. തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാനപാതയിൽ കുറുക്കഞ്ചേരി റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പാലക്കൽ സെന്റർ മുതൽ മാർക്കറ്റ് ജംഗ്ഷൻ വരെയുള്ള കോൺക്രീറ്റ് പണികൾ തിങ്കളാഴ്ച തുടങ്ങും. തൃശൂരിൽ നിന്ന് കൊടുങ്ങല്ലൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ പാലക്കൽ മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ആനക്കല്ല്, പെരിഞ്ചേരി, പൂച്ചിന്നിപ്പാടം വഴി പോകണം. തൃശൂരിൽ നിന്ന് ചേർപ്പ് വഴി തൃപ്രയാർക്ക് പോകുന്ന വാഹനങ്ങൾ പാലക്കൽ, ആനക്കല്ല്, പെരിഞ്ചേരി, ചൊവ്വൂർ, കപ്പേള വഴി പെരുമ്പിള്ളിശ്ശേരിയിലെത്തി യാത്ര തുടരണം. തൃശൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ നിലവിലെ പാതയിലൂടെ വരണം. അമ്മാടം, കുണ്ടോളിക്കടവ്, ചാഴൂർ വഴി തൃപ്രയാറിൽ നിന്ന് തൃശൂരിലേക്ക് പോകുന്ന വാഹനങ്ങൾ കോടന്നൂർ, താണിക്കമുനയം, നെടുപുഴ, ചീയാരം, കുറുക്കഞ്ചേരി വഴി പോകണം. കാറ്റൊന്ന് ആഞ്ഞു വീശിയാലും മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങുവാനുള്ള വീട് ശരിയായതിന്റെ സന്തോഷത്തിലാണ് സഹോദരികളായ റംലയും ഷമീറയും. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഒരു സമിതി രൂപീകരിച്ചാണ് ഇവർക്ക് വീടെന്ന സ്വപ്നം സാക്ഷാത്കരിച്ചത്. 5 വർഷമായി ലൈഫ് പദ്ധതിയിൽ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി ഈ 2 സഹോദരിമാർ കയറിയിറങ്ങാത്ത ഓഫീസുകളില്ല. എന്നാൽ നിരാശ മാത്രമാണ് ഇവർക്ക് ലഭിച്ചത്. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡിൽ വാഴക്കോട് മണ്ണുവട്ടത്ത് പരേതനായ മുഹമ്മദ് കുട്ടിയുടെ മക്കളായ റംല, ഷമീറ എന്നിവർ
ഇടിഞ്ഞു വീഴാറായ ഓടിട്ട വീട്ടിൽ പ്ലാസ്റ്റിക് പായ കെട്ടി ആടിനെ വളർത്തിയാണ് ജീവിക്കുന്നത്. നാട്ടുകാരായ KM മുഹമ്മദ്, PV അബ്ദുൽ സലാം, സുലൈമാൻ എന്ന മുത്തുമണി എന്നിവർ ചേർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഒരു വീട് വയ്ക്കാനുള്ള കമ്മിറ്റി രൂപപ്പെടുത്തുകയായിരുന്നു. മുള്ളൂർക്കര ജുമാ മസ്ജിദ് ഖത്തീബ് അഷ്റഫ് ദാരിമിയുടെ സാന്നിധ്യത്തിൽ 1,13,000 രൂപ റംലയുടെയും ഷമീറയുടെയും കയ്യിൽ 6 മാസങ്ങൾക്ക് മുൻപ് ഏൽപ്പിച്ചിരുന്നു. 6 മാസങ്ങൾക്കുള്ളിൽ ടെറസ് വീട് യാഥാർത്ഥ്യമാക്കുമെന്നും ചടങ്ങിൽ പ്രസിഡന്റ് പറഞ്ഞു. ആ വാക്കാണ് ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നത്. 6 ലക്ഷം രൂപ ചിലവഴിച്ച് 2 ബെഡ്റൂം, അടുക്കള, ഡൈനിങ് ഹാൾ തുടങ്ങി എല്ലാ സംവിധാനങ്ങളോടും കൂടിയ വീടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പ്രസിഡന്റ് KM അഹമ്മദ്, സെക്രട്ടറി PV അബ്ദുൽ സലാം എന്നിവർ ചേർന്ന് റംലയ്ക്കും ഷമീറയ്ക്കും വീടിന്റെ താക്കോൽ കൈമാറി. ചടങ്ങിൽ ട്രഷറർ സുലൈമാൻ എന്ന മുത്തുമണി, ഖത്തർ റിയാദ് KMCC ഭാരവാഹികളായ അഷഫ് തഴപ്പാറ, ജാഫർ മൊയ്തു, മുഹമ്മദ് കുട്ടി, അബൂബക്കർ ഇരുനിലംകോട് എന്നിവർ പങ്കെടുത്തു. TCV ചെറുതുരുത്തി. ഏകാന്തതയിൽ ഏറ്റവുമേറെ കരഞ്ഞ എഴുത്തുകാരിയാണ് മാധവിക്കുട്ടിയെന്ന് പ്രശസ്ത കഥാകൃത്ത് മാനസി പറഞ്ഞു. പുന്നയൂർക്കുളത്തെ കമല സുരയ്യ സ്മാരകത്തിൽ പുസ്തകപുര സംഘടിപ്പിച്ച സൗഹൃദ സദസ്സിൽ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു മാധവിക്കുട്ടിയുമായി അടുത്ത വ്യക്തിബന്ധം പുലർത്തിയിരുന്ന മാനസി. സ്നേഹത്തെ മതമായി കണ്ട അവരുടെ വാക്കുകൾ ശരിയായി ഉൾക്കൊള്ളാൻ മലയാളികളുടെ അപൊക്ക മനസ്സിന് സാധിച്ചില്ല. പുറമേ ധീരിയായി പ്രത്യക്ഷപ്പെട്ടുവെങ്കിലും ഉള്ളിൽ അവർ കരയുകയായിരുന്നുവെന്നും മാനസി പറഞ്ഞു. സൗഹൃദ സദസ്സിൽ പുന്നയൂർക്കുളം സാഹിത്യ സമിതി പ്രസിഡന്റ് KV സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് കലാനിലയം ഗായത്രി പത്മനാഭൻ കമലാദാസിന്റെ വാക്കുകൾ, ഹിജറകളുടെ നൃത്തം എന്നീ കവിതകളുടെ നൃത്താവിഷ്കാരം നടത്തി. മുണ്ടൂർ കൃഷ്ണൻകുട്ടി പുരസ്കാരം നേടിയ മാനസിയെ പുസ്തകപുര ചെയർമാൻ ഡോക്ടർ NR ഗ്രാമപ്രകാശ് പൊന്നാട ചാർത്തി ആദരിച്ചു. വിജയ് ഷടക്കുന്നി, ഫറ പ്രിൻസ്, ഡോക്ടർ ബീന KR, ശാലിനി പടിയത്ത്, നീതു രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. വാണിജ്യം. ഒന്നര പതിറ്റാണ്ടുകാലമായി ഇവന്റ് മാനേജ്മെന്റ് രംഗത്ത് പ്രവർത്തിക്കുന്ന ദക്ഷ് മാനേജ്മെന്റ് സൊല്യൂഷന്റെ പുതിയ സംരംഭമായ മേക്ക് മൈ പാർട്ടി തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ പാട്ടുരാക്കൽ ജംഗ്ഷനിലെ RV ട്രേഡ് സെന്ററിന്റെ 2ാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ച മേക്ക് മൈ പാർട്ടി എന്ന സംരംഭം കസ്റ്റമേഴ്സിന് വേണ്ടിയുള്ള കേരളത്തിലെ ആദ്യത്തെ പാർട്ടി പ്രോപ്പർട്ടി റെന്റൽ സെന്ററാണ്. സാധാരണക്കാർക്കും കുറഞ്ഞ ചിലവിൽ പിറന്നാൾ ആഘോഷം ഗംഭീരമാക്കാം എന്നതാണ് മേക്ക് മൈ പാർട്ടിയുടെ പ്രത്യേകത. പാർട്ടി പ്രോപ്പർട്ടി റെന്റൽസ്, ബർത്ത്ഡേ ഡെക്കർ റെന്റൽസ്, റെഡിമെയ്ഡ് പാർട്ടി കോംബോ കിറ്റ്, ന്യൂബോൺ ബേബി ഫോട്ടോഷൂട്ട് പ്രോപ്പർട്ടീസ്, കിഡ്സ് ഫോട്ടോഷൂട്ട് ഏരിയ, ടോട്ടൽ പാർട്ടി ഇവന്റ് പാക്കേജ് തുടങ്ങിയവയെല്ലാം ഇവിടെ നിന്ന് ലഭ്യമാണ്. കൂടാതെ ബർത്ത്ഡേ ബാനർ, ബലൂൺ, ബാക്ക്ഡ്രോപ്പ്, കർട്ടൻ, ഫോയിൽ ബലൂൺ എന്നിവ ഉൾപ്പെടുന്ന 499 രൂപ മുതലുള്ള ബർത്ത്ഡേ പാക്കേജുകളാണ് ഇവിടുത്തെ മറ്റൊരു ആകർഷണം. എല്ലാത്തരം പാർട്ടികൾക്കും ആവശ്യമായ A to Z സാധനങ്ങളും ഇവിടെ നിന്നും കുറഞ്ഞ വിലയിൽ വാങ്ങാനാകും. കൂടാതെ 2,999 മുതൽ 11,999 രൂപ വരെയുള്ള പാക്കേജിന്റെ ഭാഗമായി മിക്കി മൗസ്, യൂണിക്കോൺ, മെർമൈഡ്, ഹോട്ട് എയർ ബലൂൺ, ഫോറസ്റ്റ്, കാൻഡി, ബോസ് ബേബി തുടങ്ങി 25ഓളം തീമുകളും അതിവിശാലമായ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട്. നിലവിലെ ട്രെൻഡായ നെയ്മിംഗ് സെറമണിക്ക് വേണ്ടിയുള്ള വൈവിധ്യമാർന്ന പ്രോപ്പർട്ടികളും കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനുമായി www.makemyparty.co.in എന്ന വെബ്സൈറ്റിലോ 9747407770 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. ദന്തസംരക്ഷണത്തിനും ദന്തസൗന്ദര്യത്തിനും അത്യാധുനിക സംവിധാനങ്ങളുമായി വൈറ്റ് ഡെന്റ് അഡ്വാൻസ്ഡ് ഡെന്റൽ കെയർ തൃശൂർ അഞ്ചേരിച്ചിറ HDFC ബാങ്ക് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K. രാജൻ വൈറ്റ് ഡെന്റ് അഡ്വാൻസ്ഡ് ഡെന്റൽ കെയറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. BJP സംസ്ഥാന സെക്രട്ടറി A. നാഗേഷ്, തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർമാരായ വർഗീസ് കണ്ടംകുളത്തി, EV സുനിൽ രാജ്, നീതു ദിലീഷ്, മണ്ണുത്തി SNDP യൂണിയൻ സെക്രട്ടറി ഭൃഗുണൻ മനക്കിലാത്ത്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി ബിജു എടക്കളത്തൂർ, വൈറ്റ് ഡെന്റ് അഡ്വാൻസ്ഡ് ഡെന്റൽ കെയർ ഉടമ ഡോക്ടർ അജയ് ശ്രീനിവാസ്, പത്നി ഡോക്ടർ മോണിമ അജയ്, പിതാവ് ഡോക്ടർ EV ജനാർദ്ദനൻ, കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ സന്നിഹിതരായി. ദന്തക്രമീകരണം, കുട്ടികളുടെ ദന്തരോഗ ചികിത്സ, പോടടയ്ക്കൽ, പല്ലെടുക്കൽ, റൂട്ട് കനാൽ, ഇംപ്ലാന്റ് ചികിത്സ, സ്മൈൽ ഡിസൈനിങ്, ക്രൗൺ ചികിത്സ, ക്ലിയർ അലൈനർ, ക്ലീനിങ്ങും മോണസംരക്ഷണവും തുടങ്ങിയവയ്ക്ക് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം ഇവിടെ ലഭ്യമാണ്. സ്വന്തം വായിലെ കേടുപാടുകൾ നേരിട്ട് TV സ്ക്രീനിൽ കാണാൻ കഴിയുന്ന ഇൻട്രാ ഓറൽ ക്യാമറ, റേഡിയേഷൻ കുറഞ്ഞ അതിനൂതന ഇൻസ്റ്റന്റ് ഡിജിറ്റൽ എക്സ്റേ, വേദനയില്ലാതെ പല്ല് ക്ലീൻ ചെയ്യുന്ന അൾട്രാസോണിക് സ്കെയിലർ തുടങ്ങിയ അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള സെൻട്രലൈസ്ഡ് AC ക്ലിനിക്കും വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ഇവിടുത്തെ സവിശേഷതയാണ്. ബുക്കിംഗിനും കൂടുതൽ വിവരങ്ങൾക്കും 7510661066
ഒരിക്കൽ കൂടി നോക്കാം പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ചൊവ്വാഴ്ച. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ആശ്വാസവും ആശങ്കയും പങ്കുവച്ച് മുന്നണികൾ. സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കങ്ങളും പൂർത്തിയായതായി കളക്ടർ VR കൃഷ്ണതേജ. ചങ്ങാത്തം കൂടുന്നതിൽ പോലീസിന് നിർദ്ദേശവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആരോട് ചങ്ങാത്തം കൂടണം കൂടണ്ട എന്നതിൽ തികഞ്ഞ ജാഗ്രത പുലർത്തണമെന്നും പോലീസിന്റെ ജനകീയത കാത്തു സൂക്ഷിക്കണമെന്നും മുഖ്യമന്ത്രി. ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അന്തർ സംസ്ഥാന ലഹരിക്കടത്ത് സംഘത്തിലെ പ്രധാന കണ്ണികളായ 2 പേരെ തൃശൂർ സിറ്റി ലഹരിവിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. വിക്കീസ് ഗ്യാങ് എന്നറിയപ്പെടുന്ന ലഹരിക്കടത്ത് സംഘമാണ് പിടിയിലായത്. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. ജില്ലാതല പ്രവേശനോത്സവം നടവരമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ PTA ഫണ്ടായി വൻതുക പിരിച്ചാൽ കർശന നടപടിയെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി. തൃപ്രയാറിൽ പിഞ്ചുകുഞ്ഞ് തോട്ടിൽ വീണ് മരിച്ചു. തൃപ്രയാർ സ്വദേശി ചക്കാലിക്കൽ വീട്ടിൽ ജിഹാസിന്റെ മകൻ 1.5 വയസ്സുള്ള മുഹമ്മദ് റയാനാണ് മരിച്ചത്. വെങ്കടങ്കിൽ മാങ്ങ പറിക്കുന്നതിനിടയിൽ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. എൽത്തുരുത്ത് സെന്റ് മേരീസ് ആശ്രമ ഇടവക പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ഇടവകാംഗങ്ങൾ തൃശൂർ അതിരൂപത കാര്യാലയം ഉപരോധിച്ചു. പുതിയ പള്ളി പണിയുന്നതടക്കമുള്ള വിഷയങ്ങളിൽ ഏകപക്ഷീയമായി തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതായി ഇടവകാംഗങ്ങൾ. പുലക്കാട്ടുകര റെഗുലേറ്ററിൽ മാലിന്യം നിറഞ്ഞതുമൂലം പരിസര പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിൽ. ചാഴൂർ ജയന്തിപ്പടവിൽ നിന്ന് വെള്ളം ഒഴുകി പോകുവാനുള്ള പറവച്ചാൽ പുനർനിർമ്മാണം അനിശ്ചിതത്വത്തിൽ. ഒളരിക്കര ശിവരാമപുരം കോളനിയിൽ ഗാന്ധിജി നട്ടുപിടിപ്പിച്ച ആൽമരം മഴയിൽ കടപുഴകി വീണു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം.